ഇപ്പം നമ്മുടെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് തയ്യൽ തുമ്പ് വെളിയിൽ കാണാത്തതുപോലെ നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ ലൈനിങ് ക്ലോത്തുകളെ തമ്മിൽ ഷോൾഡറുകൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയും അതിനുശേഷം മെയിൻ ക്ലോത്ത് എടുത്ത് മെയിൻ ക്ലോത്തുകളുടെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എല്ലാം 2 ടൈംസ് ചെയ്തെടുത്തോണേ. നമ്മൾ സീം അലവൻസ് ഇൻവിസിബിളായിട്ട് കിട്ടുന്ന രീതിയാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ ഇതുപോലെ ലൈനിങ് ക്ലോത്തിനെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ്. ഇനി നമ്മുടെ മെയിൻ ക്ലോത്തിനെയും സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തു. ഇനി നമ്മളുടെ നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഷോൾഡർ പോയിൻറ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ പിൻ കുത്തി നല്ല നീറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ എല്ലാ ഭാഗത്തും ഇതുപോലെ പിൻകുത്തി നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഇപ്പം കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഷോൾഡർ ഭാഗവും കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പിൻകുത്തി കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ ഇതുപോലെ പിൻകുത്തി നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തെല്ലാം സ്മോൾ കട്ടിട്ട് കൊടുക്കണേ. ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഇതുപോലെ കട്ടിട്ട് നല്ല നീറ്റായിട്ട് കൊടുക്കേണ്ടത്. നല്ല നീറ്റായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബാക്ക് പോർഷൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുകയും ചെയ്യുകയാണ്. ബാക്ക് പോർഷൻ നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്തു. ഇനി നമ്മളുടെ ആം ഹോളിൻ്റെ ഭാഗങ്ങളും നമ്മൾ ഇതുപോലെ തന്നെ സ്മോൾ കട്ടിട്ട് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ്. രണ്ട് സൈഡും ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ സൈഡും ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമ്മൾ ഓപ്പൺ ആക്കിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തിലൂടെ നമ്മളുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ചെറിയൊരു ഹോളിലൂടെ നമ്മൾ ഇങ്ങനെ നമ്മളുടെ വിരലുകളെ ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ലൈനിങ് തുമ്പ് എടുത്ത് ഇതിലേക്ക് പിടിച്ച് നമ്മളിങ്ങനെ വലിച്ച് ആ ഒരു ഹോളിൽ കൂടി ഇപ്പുറത്തേക്ക് ആക്കി നമ്മൾ കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ നമ്മൾ ആ ഷോൾഡർ പോയിൻറ്റിലൂടെ ഇങ്ങനെ നമ്മളുടെ വിരലുകളെ കടത്തിവിട്ട് നമ്മൾ ഈ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ ഭാഗം എടുത്ത് അവിടേക്ക് നമ്മളിങ്ങനെ പിടിച്ചു കൊടുത്ത് ആ ഒരു ഹോളിലൂടെ നമ്മളിങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ടേൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡും നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നതിനെ വീണ്ടും വലിച്ച് നിവർത്തി കൊടുക്കുന്നു. എന്നിട്ട് നമ്മളുടെ ഈ കോർണറുകളെല്ലാം നമ്മൾ ഷാർപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്കിപ്പം ചുളിഞ്ഞാണ് കിട്ടുന്നത്. അപ്പം നമ്മളതിനെ നന്നായിട്ട് അയൺ ചെയ്ത് നല്ല നീറ്റാക്കി കൊടുക്കുകയാണ്